ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ എന്ന പേരായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. അതിൽ കാതോലിക്ക ബസേലിയോസ് എന്നത് സ്ഥാനപ്പേരാണെന്ന് കൂടി നമുക്കറിയുന്നു. കരിങ്ങാച്ചിറ കത്തീഡ്രൽ, സെയിന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്ന് മറ്റൊരു ഫാദർ കൂടി ചേരുന്നുണ്ട്. ഫാദർ റിജോ ജോർജ് ആണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ഫാദർ റിജോ ജോർജ്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ഈ അംശവടി നൽകിക്കൊണ്ട് ഈ എന്താണോ അധികാരം അത് ഏൽപ്പിക്കുന്ന ചടങ്ങ് കൂടി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ അധികാര ശ്രേണിയെ നോക്കുകയാണെങ്കിൽ പത്തർക്കീസ് ബാവയ്ക്ക് ശേഷം രണ്ടാം സ്ഥാനീയനാണ് കാതോലിക്ക എന്ന് പറയുന്നത്. എന്തൊക്കെ ചുമതലകളാണ് ഇനി കാതോലിക്കയ്ക്ക് ഉണ്ടാവുക? And against you, so that you may preserve yourself in purity and holiness, and take heed of the authority given to you, not using favoritism or selling God with bribery by taking from the Holy Miron or Tablitho or the laying on of the hands, and thus be found guilty in your ministry. We pray to God that you may not suffer from any of these vices. If you nevertheless dared by having സ്ഥാനിയാണ് ശ്രേഷ്ഠ കാതോലിക്ക. ഇന്ത്യക്ക് അഭിമാനിക്കാം. ആഗമനമുള്ള സുറിയാനി സഭയുടെ ഭരണശ്രേണിയിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ഇന്ത്യക്കാരൻ, ഭാരതീയനാണ്. പാത്രിയർക്കീസ് ബാവ കഴിഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്ഥാനമുള്ളത് ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്കാണ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ആഗമന സുറിയാനി സഭയുടെ മക്കൾ ഏതെല്ലാം ഭൂഖണ്ഡത്തിലുണ്ടോ ആ ഭൂഖണ്ഡത്തിൽ ഉള്ള സുറിയാനി സഭാ അംഗങ്ങളുടെ രണ്ടാം സ്ഥാനം, ഭരണശ്രേണിയിൽ രണ്ടാം സ്ഥാനം നമ്മുടെ ഭാരതീയനായ അഭിവന്ദ്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ കൊച്ചു തിരുമേനി, ഇപ്പോൾ സഭയുടെ വലിയ ഇടയനായി, മലങ്കര സഭയുടെ വലിയ ഇടയനായി മാറിയിരിക്കുന്നു. അഭിമാന നിമിഷമാണ് ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം. ഈ രാത്രിയിലും ഈ വൈകിയ വേളയിലും ആ അഭിമാന നിമിഷത്തിന് സാക്ഷിയാകുവാൻ അദ്ദേഹത്തിന്റെ ഭരണസീമയിലുള്ള കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവക ആ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഭാരതത്തിന്റെ ഒരു പുത്രൻ, ഭാരതീയനായ വ്യക്തി ആഗോള സുറിയാനി സഭയുടെ ഭരണശ്രേണിയിൽ രണ്ടാം സ്ഥാനത്ത് ഉള്ള ആളായി മാറിയിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ, ആ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വെളിച്ചമായി മാറും.